പറയുമ്പോഴും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവുണ്ട്. അത് സ്വകാര്യ മേഖലകളിൽ നിരന്തരം സംഭവിക്കുന്നുമുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഒരു വ്യക്തിയെ മാത്രം നിരന്തരമായി റോഡ് തടയുന്നു, അവർക്കേറെ അക്രമം നടന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ പറയാൻ ഇവർക്ക് അവകാശമുണ്ടോ? ഒരു സാധുവായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ സഹായിച്ച ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടി പൊതുനിരത്തിൽ കൂടി പോകുമ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ ആളുകളാണ് ഇവര്. അവരാണ് സൂചിപ്പിക്കുന്നത് മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. എന്തർത്ഥത്തിലാണ് ഇവർ പറയുന്നത്? ലക്ഷ്യം ഇവിടുത്തെ മരുന്ന് ലോബിയെ സഹായിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ അജണ്ടയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് 20 വകുപ്പുകൾക്കും ഇവർക്ക് അസഹിഷ്ണുതയില്ല? ഈ ഒരു വകുപ്പിനോടെയുള്ള അസഹിഷ്ണുത കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരു വകുപ്പിനോട് ഇവർ സമരം ചെയ്തിട്ടില്ല, ഒരു കൊടി കുത്തിയിട്ടില്ല, ഒരു കൊടി പിടിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി എവിടെ പോയാലും, ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ, ആരോഗ്യമന്ത്രി ബസ് സ്റ്റാൻഡിൽ പോയാൽ അവിടെ, ആരോഗ്യമന്ത്രി വീട്ടിൽ ഉറങ്ങാൻ പോയാൽ അവിടെ, വീട് തുറന്ന് റീത്ത് കൊണ്ടുവെക്കും. അപ്പം 20 വകുപ്പിനോട് അസഹിഷ്ണുതയില്ല, ആരോഗ്യമന്ത്രിയോട് മാത്രം അസഹിഷ്ണുത. ഇതിന്റെ വ്യക്തമായ ധാരണ കേരളത്തിലെ ആരോഗ്യമേഖല തകിടം മറിക്കണം. ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യങ്ങളായിട്ട് ഉയർത്തി പത്തനംതിട്ടയിൽ 6 മണി വരെ OP സൗകര്യം കൊണ്ടുവന്നു. എല്ലാത്തിനും ഉപരി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലുള്ള അങ്കണവാടികൾ ശ്രദ്ധിക്കണം. എന്റെയൊക്കെ കുഞ്ഞിലെ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ ടൈ ഇട്ട് പോകുന്നത് കാണുമ്പോൾ കൊതിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ഒന്ന് പോകാൻ. ഇന്ന് സാധാരണക്കാരന്റെ കുട്ടികൾ AC റൂമിന്റെ അകത്ത് ടൈലിട്ട തറയിൽ, മാർബിളിട്ട തറയിൽ നിന്നാണ് ഇന്ന് അങ്കണവാടിയിൽ പ്രാഥമിക ആരോഗ്യമന്ത്രി മാത്രമേ പറഞ്ഞിട്ട് ആക്രമിക്കണം. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡും ഐമാക്സും അല്ലാതെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാട്ടാൻ ഈ കോൺഗ്രസ് പ്രവർത്തകർ കഴിയുമോ? ഐമാക്സിലായിട്ടും ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞ 20 വർഷത്തെ ഒരു കാര്യം ഈ വ്യക്തി അധിക്ഷേപം അതിരുവിട്ടപ്പോഴാണോ വീണ ജോർജിന്റെ കുടുംബത്തിൽ തന്നെ ഇനി ഇത്തവണ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം വരുന്നതിന്റെ കാരണം? അത് തന്നെ. പിന്നെ വീണ ജോർജ് മത്സരിക്കണമെന്ന് അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളായിരുന്നു. അത് പിന്നെ മറ്റു മന്ത്രി എന്ന നിലയിൽ അവർ ഈ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർ കഴിവിനപ്പുറമായി, ഒരു വനിത എന്ന നിലയിൽ അതിനപ്പുറമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തെ പൂർണ്ണമായും ഒരു ആധുനിക രീതിയിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചു. അത് അങ്കണവാടി ആയാലും ശരി, വെൽനസ് സെന്റർ ആയാലും ശരി, പ്രാഥമിക ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 3 വെൽനസ് സെന്റർ തുടങ്ങി. കഴിഞ്ഞ മുനിസിപ്പാലിറ്റി മുഴുവൻ ഇവിടെ UDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഒരു വെൽനസ് സെന്റർ തുടങ്ങാൻ ഇവിടെ സാധ്യതയില്ലാത്ത സമയത്ത് സ്വന്തം ബിൽഡിംഗിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. സ്വന്തം ബിൽഡിംഗ്, ബാക്കി 2 വാടകയ്ക്കാണ്. 3 വെൽനസ് സെന്റർ തുടങ്ങി. ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി. ഇവിടുത്തെ അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി. AC വെച്ച അങ്കണവാടികളാണ് ഇവിടെ. AC വെച്ചതിലാണ് ഇവിടുത്തെ സാധാരണക്കാർ പഠിക്കുന്നത്. അപ്പൊ ഈ ആരോഗ്യമന്ത്രി ഇല്ലായ്മ ചെയ്യുന്നവർക്ക് ഈ ശിവദാസൻ നായർ എന്തെങ്കിലും ഒരു പ്രവർത്തനം 10 വർഷം ഇവിടെ MLA ആയിരുന്ന ഒരു വ്യക്തിയാണ്, ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ശിവദാസൻ നായർ 15 വർഷം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലം. ഓക്കെ, അവിടെ കഴിഞ്ഞിട്ട് 25 വർഷം MP ആയ ഒരാളുണ്ട് ഇവിടെ ഒരു കല്ലിട്ടിട്ട് പോയ കല്ലിന്റെ മണ്ടയ്ക്ക് പുല്ല് കിളിക്കുക. എന്തോ ചെയ്ത അയാള്? കുറെ ഹൈമാസ്റ്റ് ലൈറ്റ് മാത്രം അയാൾ ചെയ്തത്. ആന്റണി MP ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം വികസനത്തിന്റെ 10 വർഷമായിരുന്നു. അതായത് ഗവൺമെന്റ് ആശുപത്രി, KSRTC ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. KSRTC ബസ് ഇവിടെ ബാംഗ്ലൂര്, മംഗലാപുരം, മൈസൂർ എല്ലാ ദിവസവും ബസ്സുണ്ട്. ശബരിമല സീസണായ 100 ബസ്സാണ് പോകുന്നത്. 100 ബസ്. അതുപോലെ ശബരിമല സീസണിന് ആവശ്യത്തിന് 1000 ബസ്സുകൾ ഈ KSRTC. എവിടെ വികസനം സംഭവിച്ചെന്ന് പറയണം. വികസനം ഇവര് പറയുന്ന കഴിഞ്ഞ 5 വർഷക്കാലം വികസനം എന്ന് പറയുന്നത് ഇവിടെ പത്തനംതിട്ട നഗരത്തിലെ ജനങ്ങൾ പത്തനംതിട്ട നഗരത്തിൽ വരുന്ന ഒരാൾക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനോ, ഒരു സ്ഥാപനത്തിൽ ഒരു സാധനം വാങ്ങിക്കുന്നതിനോ, ഒരു ഓഫീസിൽ പോകുന്നതിനോ സാധിക്കുന്നില്ല. കാരണം എന്താ? റിംഗ് റോഡിൽ മേൽപ്പാലം ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം. 90% പണി പൂർത്തിയായിരിക്കുക. ഈ മേൽപ്പാലത്തെ അവിടുന്ന് വരുന്ന കുടിയന്മാർക്ക് കയറി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നടക്കാന്നുള്ളത് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഒരു ചോദ്യം
ഒഴികെ ഇവിടെ വികസന പ്രവർത്തനം കൊണ്ടുവന്നല്ലാതെ അല്ല, അവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ശിവദാസൻ നായർ 15 വർഷം തുടർച്ചയായി ഇരുന്നിട്ടാണ് വീണ ജോർജ് വരുന്നത്. അപ്പൊ ഈ 15 വർഷം എന്തു ചെയ്തു എന്നൊരു ചോദ്യം കൂടി. നായർ 15 വർഷം കൊണ്ട് ഈ പത്തനംതിട്ടയിൽ ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വന്ന KSRTC ബസ് സ്റ്റാൻഡ്, പിന്നെ കഴിഞ്ഞ കോളേജുകള് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. എല്ലാ മേഖലകളിലും സുഹാസ് നായരും KK നായർ സാറും കൊണ്ടുവന്ന ഒറ്റ വികസനം ഈ മേൽപ്പാലം ഒഴിച്ച് വീണ ജോർജ് ഈ മേൽപ്പാലം കൊണ്ട് ആർക്കെങ്കിലും ഒരു 10 പൈസയുടെ ഉപകാരമുണ്ടോ? കച്ചവടക്കാർ വഴിയാതരോ എന്നുള്ളതല്ലാതെ ഇവിടെ എന്തോ വികസനം നൽകിയിട്ടുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിച്ചാട്ടെ. കൂടിയോ 55 ഇവർക്ക് തന്നെ യാതൊരു ബോധമില്ലാതെ മാറിയിരിക്കുക. വീണ ഇവിടെ അവിൻ വർക്കി ഇവിടെ ജയിക്കും. ബ്ലോക്കുമില്ലായിരുന്ന പത്തനംതിട്ടയെ ഒരു വീണ ജോർജിന്റെ വികലമായ കാഴ്ചപ്പാട് കൊണ്ട് റിംഗ് റോഡിൽ കൊണ്ട് ഒരു പാലം ഉണ്ടാക്കുകയും അതുവഴി ഇവിടുത്തെ 10 വർഷത്തോളം വികസനം. അല്ല, അതായത് 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് അത് 19,000 പേരെ വോട്ടിന്റെ ഭൂരിപക്ഷമായി അവർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ആ കണക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്ഷൻ അവർക്കുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. മെയ് മാസം 4 കഴിയുമ്പോ ഇവിടെ അബിൻ വർക്കി ഒരു 18,000 വോട്ടിന് ജയിക്കും. 18,000 ബിജെപിയുടെ കൂടെ മത്സരിക്കുന്ന മണ്ഡലമാണ്. എത്ര വോട്ടിന് ജയിക്കും ഇവിടെ? കേരളത്തെ പത്തനംതിട്ടയെ സംബന്ധിച്ച് യാർമള മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടെ വികസനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞു ഇവർ കൊണ്ടുവന്ന് പൂർത്തിയാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞാൽ ഞങ്ങൾ അവർ പറയുന്ന ചിഹ്നത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യാം. ഒരു പദ്ധതി ആറന്മുളയെ സംബന്ധിച്ച് ആറന്മുളയിലെ ജനങ്ങൾ ഇത്തവണ മാറ്റത്തിന് വേണ്ടി കുമ്മനം രാജേട്ടൻ 10,000 വോട്ടിന് ഞങ്ങൾ വരിക 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആറന്മുള വിജയിച്ചിരിക്കും. ഒരിക്കലുമല്ല ഗവൺമെന്റ് ഹൈസ്കൂൾ അത്യാധുനിക ലൈബ്രറി ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ലാഭോട് കൂടിയ ഗവൺമെന്റ് ഹൈസ്കൂൾ പിരിച്ച കണക്കൊന്ന് വ്യക്തമാക്കാമോ? വികസനം ഗവൺമെന്റ് ഹൈസ്കൂൾ ആറന്മുള അസംബ്ലി മണ്ഡലത്തിൽ ഈ വീണ ജോർജ് പരിപാടി പറഞ്ഞു നടപ്പാക്കിയ പദ്ധതിയുടെ ആറന്മുള മണ്ഡലത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ്. ഇവിടെ ബി ജെ പിയും കോൺഗ്രസ് ഒന്നാ പറഞ്ഞ് ഇവർ രണ്ടും സംസ്ഥാന മുഴുവനുള്ള ഡീലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വയനാട് ഫണ്ട് പിരിച്ചു. വയനാട് ഫണ്ട് എവിടെ വയനാട് ഫണ്ട് പിരിച്ചിട്ട് ഒരു കല്ലിട്ടോ കഴിഞ്ഞ 5 വർഷക്കാലം 50 കോടി എവിടാ? പത്തനംതിട്ട കഴിഞ്ഞ 5 വർഷക്കാലം പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പക്ഷേ കോൺഗ്രസ് പിന്നെ CPM SDPI മുന്നണിയാണ് ഇവിടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരിച്ചത്. ആ ഡീല് പറഞ്ഞ CPM ആണ് ഇവിടെ മറ്റു ഡീല് പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ അവർ പറയട്ടെ പാലക്കാട്ട് BJP CPM ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആറന്മുള ഡീൽ നടത്താൻ ഒരു ഡീലുമില്ല. BJPയെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയപ്പോൾ അവര് BJPയിലെ ചില ആളുകൾ എതിർത്തനെ പോകുന്നതിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആരാണെന്ന് ആർക്കറിയാം. ആ വോട്ടുകളെ SDPയുടെ വോട്ട് വേണമെന്ന് സഹാക്കന്മാർക്ക് ആർക്കെങ്കിലും ബിജെപിയുടെ വോട്ട് വേണമെന്നാ പറയുന്നത്. ബിജെപിയുടെ കുമ്മനത്തിന് കൊടുത്തോളും, താമരയ്ക്ക് കൊടുത്തോളും. CPM സ്ഥാനാർത്ഥിയുണ്ട്, ജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയുണ്ട്. വീണ ജോർജിനെ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ആളാണ്. അതൊരു പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പ്? അങ്ങനെയാണെങ്കിലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിനെ ഇവരെന്തിനെ കൊണ്ടുവന്നേ? പ്രമോദ് നാരായണനെ എവിടുത്തുകാരന് അയാള് റാന്നി സ്ഥാനാർത്ഥിയൊക്കെ എങ്ങനെയാ? അപ്പൊ വെറുതെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. തോറ്റു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അബിൻ വർക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇനി അബിൻ വർക്കിയല്ല ഞങ്ങളുടെ ഒരു വാർഡ് പ്രസിഡന്റ് ഇവിടെ മത്സരിച്ചാൽ പോലും വീണ ജോർജ് തോറ്റു പോകും. കാരണം അത്രയധികം ജനവിരുദ്ധിയായി മാറിക്കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു MLA ആയിട്ട് അവർ മാറി. അവർ തോക്കാൻ പോകുന്നു. അവരുടെ വീട്ടിൽ തന്നെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കാൻ താല്പര്യം
35,000 വോട്ടിന് പറഞ്ഞതാണ്. വീണ ജോർജ് ജയിക്കും. ശക്തമായി മെയ് 4 അബിൻ ബർക്കി നിയമസഭയിൽ ഉണ്ടായിരിക്കും. ജോർജ് ഇവിടെ കുമ്മനമുണ്ട്. ജനങ്ങൾ തന്നെ അവരെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അത് ഞങ്ങൾ നടത്തിക്കോളാം. ശിവദാസൻ നായർ വികസനത്തിന് ഒരു വോട്ട്, അതാണ് ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് വിജയിക്കുവാൻ പോവുകയാണ്. വികസനത്തിന് ഒരു വോട്ട് ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എന്താണ് നിങ്ങളുടെ മുദ്രാവാക്യം ഈ ആറന്മുളയ്ക്ക് ഉറപ്പ് നൽകാൻ? വികസനമാണ്. സർവ്വജനങ്ങൾക്കും വികസനമാണ്. ആറന്മുളയുടെ വികസനമാണ്, ജനങ്ങളുടെ വികസനമാണ് ബിജെപിയുടെ മുദ്രാവാക്യം. അതിനുവേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാർ, കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും അംഗീകരിക്കേണ്ട, സാധാരണ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് വോട്ട് ചെയ്യുന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കുമ്മനം രാജശേഖരൻ 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആറന്മുള കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. അവിടെ പല വിഷയങ്ങളുണ്ട്. വീണ ജോർജിനെ ഇത്തവണ അലർത്തിയടിക്കാൻ കോൺഗ്രസിനും ബിജെപിക്കും പുതിയ തന്ത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് സാഹചര്യം. അതായത് ഒരു കാര്യം ഉറപ്പാണ്, ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞ ജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വകുപ്പാണ്. അതുകൊണ്ട് വീണ ജോർജിന്റെ കാര്യത്തിൽ, ആറന്മുള മണ്ഡലത്തിന്റെ കാര്യത്തിൽ പക്ഷേ ഈ പ്രാദേശിക വിഷയങ്ങൾ മാത്രമാകില്ല, ആരോഗ്യവകുപ്പിനെതിരെ വരുന്ന ആരോപണങ്ങൾ, വകുപ്പിന്റെ നേട്ടങ്ങൾ ഒക്കെ ചർച്ചയാകും. നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചർച്ചയാകും. അതുകൊണ്ട് തന്നെയാണ് ഇത് ആർക്ക് ഗുണമാകും, ആരുടെ ഭാഗം ജയിക്കുമെന്നൊക്കെ കണ്ടറിഞ്ഞ് അത്രയധികം വാശിയേറിയ പോരാട്ടം ആറന്മുള നടക്കുന്നുണ്ട്. ശരി, എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അതേ പ്രതിഫലനം ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്ന ആറന്മുളയിലെ തെരഞ്ഞെടുപ്പ് പോര് ആറന്മുളയിൽ ആര് വിജയിച്ചു എന്നതിനപ്പുറം അത് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ കൂടിയായി മാറുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.